ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ LDC ലിസ്റ്റ് എല്ലാ ജില്ലകളിലും വന്നു. ഈ LDC ലിസ്റ്റിൽ ഉൾപ്പെട്ട വളരെ മികച്ച മാർക്ക് നേടിയ ആളുകളോട് ആ ഒരു വിഭാഗം, ദെൻ സപ്ലി ലിസ്റ്റുകളിൽ അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കിൻ്റെ ആ ഒരു അരികത്ത് പറ്റി കിടക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം, ദെൻ മൂന്നാമത്തെ വിഭാഗം ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളുകൾ. ഈ മൂന്ന് വിഭാഗക്കാരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നല്ല മാർക്കോട് കൂടിയും എന്ത് തന്നെ ആയാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിഭാഗക്കാരോടാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എൻട്രി അല്ലെങ്കിൽ എൻട്രിയിൽ അധ്യാപകരായ ഞാനടക്കമുള്ള മറ്റ് അധ്യാപകരടക്കം ആരെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ, എൻട്രിയുടെ യൂട്യൂബ് ചാനൽ, ഇങ്ങനെ എൻട്രി ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ കാത്ത് നല്ലൊരു വേദി കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയകഥകൾ, നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ കഥകൾ പറയാനും, അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസസ് നേടാനും, അല്ലേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അധ്യാപകരെ കണ്ട് അവരുടെ കൂടെ സംസാരിക്കാനും, അവരുടെ ഏറ്റവും സൗഹൃദം പങ്കിടാനൊക്കെ ഉള്ളൊരു വേദി. അതോടൊപ്പം നിങ്ങളുടെ വിജയകഥകൾ ലോകത്തെമ്പാടും എത്തിക്കാൻ, ലോകത്തെമ്പാടും മീൻസ് ഏത് ലോകത്തായാലും അവിടെയൊക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അല്ലേ, ഈ ശല്യപ്പെടുത്തിപ്പോയ, പരിഹസിച്ചു പോയ നാട്ടുകാർ, ഇവരൊക്കെ ഈ സ്റ്റോറി നല്ല രീതിയിൽ അറിയിക്കാനുള്ള ഒരവസരം കൂടിയായിട്ട് നമ്മൾ മീറ്റപ്പ് വരും. മീറ്റപ്പ് ഇത്തവണ വളരെയധികം ഉദ്യോഗാർത്ഥികൾ, കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടതിനാൽ ഇത്തവണ നമ്മൾ 3 റീജിയണലായിട്ട് തന്നെ മീറ്റിംഗ് സംഘടിപ്പിക്കും. ഒന്ന് കോഴിക്കോട് ജില്ലയിലുണ്ടാവും, രണ്ടാമത്തത് എറണാകുളത്തുണ്ടാവും, 3 തെക്കൻ ജില്ലയായിട്ട് കൊല്ലത്തും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. കഴിഞ്ഞ തവണ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ തന്നെ ഒരു പകുതി ശതമാനം ആളുകൾക്ക് മാത്രമാണ് അന്ന് പങ്കെടുക്കാൻ പറ്റിയത്. ഇത്തവണ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 റീജിയനായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പറയാനുള്ളത് മികച്ച റാങ്ക് പ്രതീക്ഷിക്കുന്ന ആളുകളോടാണ്. അപ്പം പല ആളുകളും ആ കട്ട് ഓഫ് മാർക്ക് ഇത്രയാണ്, അപ്പോൾ അതിനേക്കാളും എനിക്ക് ഇത്രയധികം മാർക്കുണ്ട്, അപ്പോൾ ഏതായാലും കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അവിടെ വരുന്നതോടുകൂടി ഈ കട്ടയം പടവും മടക്കി ഇതെല്ലാം പരിപാടി നിർത്തിയിട്ട് പോകുന്ന ആളുകളുണ്ട്. അത് ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾക്ക് എത്രയധികം മാർക്ക് ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ നിങ്ങൾ 1ാം റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും പഠനം നിങ്ങൾ നിർത്താതെ നോക്കുക എന്നുള്ളതാണ്. PSC ആണ്, പല കാര്യങ്ങളുണ്ട്, ചിലപ്പം വൈകിയേക്കാം. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു പരീക്ഷ, ഞാൻ LDCൻ്റെ കാര്യം എന്നല്ല പൊതുവെ പറയുന്നതാണ്, ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ഇതിൽ നിന്ന് നിയമനം കിട്ടുന്നതിന് മുമ്പേ ഒരു പക്ഷേ ഇതിന് ശേഷം എഴുതുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നിയമനം കിട്ടിയേക്കാം. സ്വാഭാവികമായിട്ട് സർക്കാർ ജോലിയിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എത്രയും വേഗത്തിൽ നിങ്ങളുടെ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്രയും വേഗത്തിൽ ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കേണ്ടത്. ഒരു 10 ദിവസം മുന്നേ ആണ് മറ്റൊരു പോസ്റ്റ് കയറാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ആ അവസരം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഇപ്പോൾ നല്ല ടോപ്പ് റാങ്ക് നേടാനുള്ള പരുവത്തിലെത്തിയ നിങ്ങൾ നല്ല ലെവലായിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഇതിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരീക്ഷയിലൊക്കെ ഇനി ആദ്യ റാങ്ക് നിങ്ങൾക്കാണ്. ഒരു പക്ഷേ അടുത്ത നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും എഴുതുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ വേഗത്തിൽ വരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും വേഗത്തിൽ നിയമനം നടക്കുക. കാരണം അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഇപ്പോഴത്തെ ലെവലിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ 1 2 റാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ 5 10 ആയിരിക്കും. ഒരു പക്ഷേ LDCയിൽ നിങ്ങൾ 100 200 ആയിരിക്കാം. അപ്പോൾ അതിനേക്കാൾ മുമ്പേ അഡ്വൈസ് കിട്ടുക അതായിരിക്കും. അപ്പോൾ അത്രയും സർവീസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പിന്നോട്ട് പോക്കുണ്ടാവരുത്. അഡ്വൈസ് മെമ്മോ കൈ കിട്ടുന്നത് വരെ പഠനം തുടരുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വരുന്ന പരീക്ഷകളിൽ എന്ത് ചെയ്യാൻ പോവുക, അടുത്ത ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ റാങ്ക് സൂപ്പർ, കുറച്ചുകൂടെ നല്ല റാങ്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഏതിലാണോ ആദ്യം നിയമനം കിട്ടുന്നത് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. രണ്ടാമത്തെ കാര്യം, ഇനി ഒരു വിധത്തിലും നിങ്ങളെ കൊണ്ട് ഇനി പഠിക്കാൻ പറ്റില്ല, ഇത് തന്നെ നിങ്ങൾ എന്തൊക്കെയോ എഫേർട്ട് എടുത്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് പഠനം അന്നത്തെ ആ രീതിയിൽ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ആ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു, ഇനിയും അതേപോലെ തന്നെ ലീവ് എടുത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ആ ജോലിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ, കാരണം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പല ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ ഈ ഒരു ജോലിയൊക്കെ കിട്ടുന്നത് വരെ ഒന്ന് സൈഡിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ടച്ച് വിട്ടു പോകരുത്. അപ്പോൾ തീർത്തും ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ഒക്കെ ചോദ്യപേപ്പറുകൾ ചെയ്തു നോക്കുക. പിന്നെ വീട്ടിൽ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിർത്തരുത്, അതിൽ വരുന്ന ചോദ്യപേപ്പറുകൾ ചെയ്തു നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ എൻട്രിയുടെ യൂട്യൂബ് ചാനലിലും എൻട്രി ആപ്പിലൊക്കെ ആയിട്ട് സൗജന്യമായിട്ടുള്ള മാതൃകാ പരീക്ഷകൾ ഉണ്ടാവാറുണ്ട്. അത്തരം മാതൃകാ പരീക്ഷകൾ ചെയ്തു നോക്കുക. അങ്ങനെ ഒരു ബന്ധം നിർബന്ധമായിട്ട് നിലനിർത്തുക. നിങ്ങൾ PSC അല്ലെങ്കിൽ മത്സര പരീക്ഷ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് നിങ്ങൾ കിട്ടുന്ന ജോലിയിൽ തൃപ്തനായിട്ട്
ഒരു ജീവിതം, സർവീസ് ജീവിതം ഇനി ഇങ്ങനെ എന്ന് മാത്രം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ ഈ ഒരു ബന്ധം എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ് വായന, അല്ലെ പത്രവായന, ആ രീതിയിലുള്ള കറണ്ട് അഫേഴ്സിൻ്റെ എന്തെങ്കിലും നോട്ട്സ് ഇപ്പോൾ ഉപയോഗിക്കണ്ടല്ലോ, ആ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. മുമ്പെടുത്ത പോലെ അത്ര കഠിനമായ എഫേർട്ട് എടുക്കാതെ കുറച്ച് സമയമെങ്കിലും ഇതിന് മാറ്റി വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതേപോലെ മാത്സ്, ഇംഗ്ലീഷ്, ഒരു പക്ഷേ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും മാത്സും ഇംഗ്ലീഷും ഈ ലെവലിലേക്ക് നിങ്ങൾ മെച്ചപ്പെടുത്തി എടുത്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്തത്. കുറച്ച് കാലം അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ മതി, കുറച്ച് കാലം ഒന്ന് നോക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ മതി, വീണ്ടും അതേ അവസ്ഥയിലേക്ക് മാത്സും ഇംഗ്ലീഷും പോകും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ രണ്ട് വിഷയങ്ങൾക്കും, അല്ലേ? നിങ്ങൾ റിപ്പോർട്ടർ, സ്പീച്ച്, ആക്റ്റീവ് വോയിസ് ഒക്കെ കൃത്യമായിട്ട് റൂളൊക്കെ പഠിച്ച് സെറ്റായി നിൽക്കും ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളൊരു പരീക്ഷ വരുന്ന സമയത്ത് വീണ്ടും നോക്കിയേ ആ സമയത്ത് ഇതേ അനുഭവമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു ബന്ധം നിർബന്ധമായിട്ടും കുറച്ച് കാലങ്ങൾ കൂടെ നിലനിർത്തി കൊണ്ടുപോവുക. അതേപോലെ ഈ ഒരു പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ സ്റ്റഡി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ആ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ നിലനിൽക്കുക. അല്ലാതെ എൻ്റെ എന്താണ് ലക്ഷ്യം LDC ആയിരുന്നു, അപ്പോൾ അതെനിക്ക് ഏറ്റവും ടോപ്പ് മാർക്കുണ്ട്, എൻ്റെ ലക്ഷ്യം പൂർത്തിയായെന്ന് വിചാരിച്ച് ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് നമ്മൾ വേദനിക്കേണ്ട അവസ്ഥ വരരുത്, അതിനുള്ള അവസരം ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും ടോപ്പ് റാങ്ക് നേടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി സപ്ലി ലിസ്റ്റിൽ വന്ന ആളുകളുണ്ട്, പലവിധ സപ്ലി ലിസ്റ്റുകൾ. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഏറ്റവും അറ്റത്തേക്കായി പോയേക്കാം എന്ന് പേടിക്കുന്ന ആളുകളുണ്ട്. അതായത് കട്ട് ഓഫ് മാർക്ക്, ആ കട്ട് ഓഫ് മാർക്കിനേക്കാളും വളരെ ചെറിയ മാർക്ക് മാത്രം വ്യത്യാസം, കട്ട് ഓഫിനേക്കാൾ തൊട്ടരികിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കുറേ പേര് മെസ്സേജ് അയച്ചതിൽ, അതായത് ആദ്യ റാങ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടാവുക, നിങ്ങളുടെ പരിശ്രമവും ആ രീതിയിലായിരിക്കും. പക്ഷേ അത് കൂടെ മത്സരിച്ചവർ അതിൽ കൂടുതൽ കുറച്ചുകൂടെ പരിശ്രമിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലക്ഷങ്ങൾ മത്സരിച്ചിട്ട്, ഓരോ ജില്ലയിലും ലക്ഷങ്ങൾ മത്സരിച്ചിട്ട് അതിൽ നിന്ന് അവസാനത്തെ 500 1000 ആളുകളിലേക്ക് വന്നിട്ടുള്ള ആളുകളായിട്ട് മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ സപ്ലിയിലായിപ്പോയി, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ സപ്ലിയിലായിപ്പോയി, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ, അല്ലേ? ഞാൻ എടുത്ത എഫേർട്ട്, അത് ഇതുവരെയുള്ള എഫേർട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് സപ്ലി കയറാൻ പറ്റി, അല്ലേ? അന്നത്തെ ദിവസം എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു, അതുകൊണ്ട് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ പെർഫെക്ഷനിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാക്കുകയും അടുത്ത പരീക്ഷയിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അത് ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണാൻ പറ്റണം. പലരും സങ്കടത്തോടെയാണ് പറയുന്നത്, ഈ അറിയിക്കുന്ന ആളുകളൊക്കെ, എന്നെ മെസ്സേജൊക്കെ അയച്ചിട്ട് അറിയിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, എൻട്രിയിലൊക്കെ ഉള്ള ആളുകളല്ലാത്ത ആളുകളൊക്കെ, അപ്പോൾ ഇവരൊക്കെ പറയുന്ന കുറേ സങ്കടം, സാറേ ആദ്യ റാങ്കൊക്കെ അല്ലെങ്കിൽ 100 റാങ്ക് നേടുന്നൊക്കെ പ്രതീക്ഷയാണ്, സപ്ലി ലിസ്റ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നത്. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു മെസ്സേജ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ പറയാതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പറയണം, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഈ മെസ്സേജ് അയക്കുന്നത്, സാറേ സപ്ലി ലിസ്റ്റിലായതുകൊണ്ടാണ് ഉണ്ടാഞ്ഞത്, എനിക്ക് കട്ട് ഓഫിൻ്റെ അതേ മാർക്കേ ഉള്ളൂ സാർ, അതിനേക്കാൾ 1-2 മാർക്കേ അധികമുള്ളൂ, അതുകൊണ്ടാണ് സാറേ പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങൾ ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞാൽ അതൊരു ചെറിയ നേട്ടമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലക്ഷങ്ങൾ മത്സരിച്ചിട്ട് 1000-ങ്ങളായി നിങ്ങൾ മാറിയില്ലേ, അത് വലിയ നേട്ടമാണ്. ഇത്തരം ചെറിയ ചെറിയ നേട്ടങ്ങളിൽ ആനന്ദിക്കുന്നവർക്കേ വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞാടോ, സാധാ ഒരു മോഡൽ എക്സാം, തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലോ ഏതെങ്കിലും ആപ്പുകളിൽ നടക്കുന്ന മോഡൽ എക്സാമിൽ പോലും നിങ്ങൾക്ക് ആദ്യ റാങ്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതെങ്കിലും റാങ്ക് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആനന്ദിക്കണം. അത് നിങ്ങളുടെ ചെറിയ നേട്ടമല്ല, അത് വലിയ നേട്ടമായിട്ട് നിങ്ങൾക്കെങ്കിലും കാണാൻ പറ്റണം. എങ്കിലും നമുക്ക് അതിലും വലിയ നേട്ടം കാണാൻ പറ്റൂ, വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റൂ, അതിൻ്റെ പിറകെ പോകാൻ പറ്റൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും മാർക്കൊന്നും നോക്കണ്ട, നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയേണ്ടവരോടൊക്കെ പറയുക. അല്ലാതെ ഇതിനിപ്പോൾ സപ്ലി ലിസ്റ്റ് അല്ലേ, ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നാണം കെടൂലേ എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ കമ്മിറ്റഡ് ആവും, നിങ്ങൾ ഇനിയും നന്നായിട്ട് പഠിക്കും, അതാണ് ചിന്തിക്കേണ്ടത്. ഇതിവിടെ വരെ എത്താനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഇനിയും മുന്നേറാൻ എനിക്ക് പറ്റും. തൊട്ടടുത്ത വരാൻ പോകുന്ന പരീക്ഷകളിൽ ആദ്യ റാങ്കുകൾ തന്നെ കരസ്ഥമാക്കാൻ, അതിനുള്ള മാർക്ക് നേടാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കുറഞ്ഞ ആളുകളിലേക്ക് കയറി പറ്റാൻ പറ്റിയ ആളുകളാണ്. കയറി പറ്റുക എന്നല്ല, ആ വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, അല്ലേ? നേടിയെടുക്കാൻ പറ്റിയ ആളുകളാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഇനിയും സാധിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ദെൻ ഇപ്പോൾ ആ ലെവൽ നഷ്ടപ്പെടുത്താതിരിക്കുക. പലരും എന്താണ് സപ്ലി ആയിപ്പോയി, ഇതാണ് കട്ട് ഓഫ്, ഇത്രയും ഉയർന്ന കട്ട് ഓഫ്, അതിനേക്കാളൊരു ഞാൻ പ്രതീക്ഷിച്ച മാർക്ക്, അല്ലേ? കട്ട് ഓഫ് 67, എൻ്റെ മാർക്ക് 69, ഞാൻ പ്രതീക്ഷിച്ചത് കട്ട് ഓഫ് ഒരു 60 വരികയായിരുന്നു, അങ്ങനെയാണെങ്കിൽ 9 മാർക്കിൻ്റെ വ്യത്യാസം, അപ്പോൾ നല്ല റാങ്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിച്ച ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും വിഷമിച്ച് ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് കുറേ കാലം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു ദിവസം ഉറപ്പായിട്ട് നിങ്ങൾ ഉയർത്തായി നിൽക്കും, അത് ഉറപ്പാണ്. അത് എപ്പോഴെന്നുള്ളതാണ് വിഷയം. അത് പിറ്റേന്ന് തന്നെ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിയുമ്പോൾ തൊട്ട് പിറ്റേന്ന് തന്നെ ഉയർത്തായി നിൽക്കുന്നവനാണ് നന്നായിട്ട് ഓടുന്നതും വിജയിക്കുന്നതും, അല്ലേ? അല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് എവിടെന്നെങ്കിലുമൊക്കെ വീണ്ടും മോട്ടിവേഷൻ കിട്ടിയിട്ട് എഴുന്നേറ്റുന്നത് അപ്പോൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും 0 നിന്ന് തുടങ്ങേണ്ടി വരും, ഇഷ്ടംപോലെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നിങ്ങൾ നിർത്തി നിൽക്കുന്ന ആ ലെവലിൽ നിന്ന് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. കുറച്ച് അതേ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അന്ന് എടുത്ത എഫേർട്ടിൻ്റെ അത്ര വേണ്ടി വരില്ല നിങ്ങൾക്ക്. ആ ഒരു ചിന്ത വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ലെവൽ നഷ്ടപ്പെടുത്താതിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ദെൻ
മറ്റൊരു കാര്യം ഇതാണ്, ഇനി പഠിക്കുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, നല്ല റാങ്ക് ആയിക്കോട്ടെ ഇനി മോശം റാങ്ക് ആയിക്കോട്ടെ, എന്തോ ആവും എന്നുള്ള പ്രതീക്ഷയും കാര്യമൊക്കെ വിടട്ടെ, റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്നുള്ള ആ ചിന്ത പോലും മാറ്റി വെക്കുക. കാരണം അത് നിങ്ങളുടെ പ്രവൃത്തി അല്ലെ, ഇനി അങ്ങോട്ടേക്കുള്ള പ്രവൃത്തി 100% നിങ്ങൾക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യും, തടയും. ഏതായാലും LDCൻ്റെ ലിസ്റ്റിൽ ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ, അത് കിട്ടുമായിരിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ 100% എടുക്കില്ല. അതുകൊണ്ട് ആ ചിന്തയെ മാറ്റി വെക്കുക. അതവിടെ കഴിഞ്ഞു. ലിസ്റ്റിൽ ഉൾപ്പെട്ടോ ഉൾപ്പെട്ടിട്ടില്ലോ ഒന്നും ചിന്തിക്കേണ്ട, ഇനി അതിനെപ്പറ്റിയേ ചിന്തിക്കുന്നില്ല. അതിൻ്റെ എന്താണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്തു, ഷോർട്ട് ലിസ്റ്റിൽ വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് വരണം. ആ പ്രൊസീജിയർ നടക്കട്ടെ, ആ വരട്ടെ, ആ സമയത്ത് നോക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെ ഇനി മറന്നു വെക്കുക. ലിസ്റ്റിൽ വന്നു എന്ന് പോലും ചിന്തിക്കാതെ മുന്നോട്ട് പോയേക്ക്. ഇനി അതാണ് വേണ്ടത് അല്ലേ. ഈ ഒരു നേട്ടം വിളിച്ചു പറയുന്നു, അതിൽ ആനന്ദിക്കുന്നു, അത് കഴിഞ്ഞു. പിന്നെ കാര്യയെ വിട്ടേക്കുക. പിന്നെ ഞാനിങ്ങനെ ഒരു സാധനത്തിലുണ്ടേ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഇനി അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ആൻഡ് അവസാനമായിട്ട് പറയാനുള്ളത് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവരോടാണ് അല്ലേ. റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല, സപ്ലി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല, പക്ഷെ നല്ല ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, ചെറിയ മാർക്കിനൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഇനി ഏറ്റവും വലിയ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഭാഗമുണ്ട്. ഈ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് മാത്രം സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ വലിയൊരു ശതമാനം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. മനസ്സിലാക്കുക, നിങ്ങളുടേതല്ലാത്ത പ്രശ്നം കൊണ്ട് സാധ്യതകൾ നഷ്ടപ്പെട്ടതാ. അപ്പോൾ മനം അടുക്കരുത്, നിങ്ങളെ കൊണ്ട് ഇത് നേടാൻ പറ്റും. ഇന്ന് നിങ്ങൾക്കാണ് സംഭവിച്ചതെങ്കിൽ അടുത്ത പരീക്ഷ നിങ്ങൾക്കായിരിക്കണം എന്നില്ല. ആ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നേട്ടമായിരിക്കും, മറ്റുള്ളവർക്ക് കോട്ടായിരിക്കും. അപ്പോൾ അത് സംഭവിച്ചു. ഇനി അതിൽ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം. നിങ്ങളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കണം. 2 മാർക്കിന് ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ട് 2 മാർക്കിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്കിത് നേടാനുള്ള യോഗ്യത ഇല്ലേ എന്നല്ല, യോഗ്യതയേ ഇല്ല എന്നുള്ളതല്ല അർത്ഥം. അതിനർത്ഥം എന്താ, 2 മാർക്കിന് അവിടെ നഷ്ടപ്പെട്ടു. നിങ്ങൾ നടത്തിയ ശ്രമം അത് നല്ല രീതിയിലുള്ള ശ്രമമാണ്. പക്ഷേ ഇത്രയൂടെയും കഠിന ശ്രമം കുറച്ച് പേരധികം നിങ്ങളെക്കാൾ നടത്തിയിട്ടുണ്ട്. ഒരു 500, 600, 500 എത്ര പേരാ ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് വെച്ചാൽ അവർ ഇത്രയൂടെ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചാൽ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അതിനെ തരണം ചെയ്യാൻ പറ്റും അല്ലെ, അതിനെയും കടത്തി മുന്നേറാൻ പറ്റും. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉടൻ ഉണ്ടാക്കിയെടുക്കുക. കഴിവുള്ളവരാണ്. ഞാൻ പറയട്ടെ, ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട 500, 600 ആളുകൾ, ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ലക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, എത്രയാവട്ടെ, ഓരോ ജില്ലകളിലും അപേക്ഷകരുണ്ടായിരുന്നല്ലോ. ചില ജില്ലകളിൽ കുറവായിരിക്കും, ചില ജില്ലകളിൽ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും ആ അപേക്ഷകരിൽ ഇപ്പോൾ ഈ പുറത്ത് കിടക്കുന്ന നിങ്ങൾ, ഈ നേടിയ ആളുകൾക്ക് പകരം ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാൻ അർഹതയുള്ളവർ തന്നെ ആയിരിക്കണം നിങ്ങൾ. ഒന്നുകിൽ ആ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം അല്ലേ, ആ ഒരു പരീക്ഷാ ഹാളിലെ 1.5 മണിക്കൂറിൽ സംഭവിച്ച കാര്യമായിരിക്കും. ഓക്കെ, ആ ഒരു 1.5 മണിക്കൂർ ഏറ്റവും നല്ല രീതിയിലായി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ റിവിഷൻ്റെ പോരായ്മ കൊണ്ടായിരിക്കും, മാക്സിമം എക്സാമുകൾ എഴുതി പരിശീലിക്കാത്തത് കൊണ്ടായിരിക്കും. ആ പോരായ്മ എന്താണെന്നുള്ള തിരിച്ചറിയുക, ഒന്ന് തിരിഞ്ഞ് നോക്കുക. അപ്പോൾ കുറേ തിരിച്ചറിവുകൾ വരും. ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനത് ചെയ്തില്ലല്ലോ, അങ്ങനെ തിരിച്ചറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഇനി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, തോൽവിയിൽ മനം മടുക്കാതെ മുന്നോട്ടേക്ക് പോവുക. ഓരോ തോൽവിയും നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമാക്കി മാറ്റുക. ഈ തോൽവിയിൽ നിന്നും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ടാവും. ആ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് അനുഭവ സമ്പത്താണ്. ഓരോ തോൽവിയും ഒരു ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, തോൽവിയല്ല. അതെന്താണ്, അയാളൊരു വെറ്ററൻ ആവാനുള്ള, അയാളൊരു എക്സ്പീരിയൻസ്ഡ് മാൻ ആയി മാറാനുള്ള അല്ലേ, അയാൾ ഏറ്റവും കഴിവ് കൂടിയ വ്യക്തിയായി മാറാനുള്ള അനുഭവ സമ്പത്തുകളാണ് അതിൽ നിന്ന് വന്നു ചേരുന്നത്. ഇങ്ങനെയുള്ള അനുഭവ സമ്പത്തുകളിലൂടെയാണ് എല്ലാവരും വെറ്ററനായിട്ട് മാറുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറുന്നത്, ഒരു പ്രതിഭയായിട്ട് മാറുന്നത്, മഹാനായിട്ട് മാറുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ ഇനിയാണ്. അല്ലാണ്ട് ജനിച്ചപാട് എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതലുമായിട്ട് വന്നു, അതുകൊണ്ട് അയാൾ മഹാനായി, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾ അത് നേടി, അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾ അത് അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതല്ല. ഒക്കെ ഇവിടുന്ന് ആർജിച്ചെടുക്കുന്നതാണ്. പല സന്ദർഭങ്ങളിൽ നിന്ന്, പല സാഹചര്യങ്ങളിൽ നിന്ന്, പല തോൽവികളിൽ നിന്ന്, പല അബദ്ധങ്ങളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആർജിച്ചെടുക്കുന്ന അനുഭവ സമ്പത്തുകൾ കൂടിച്ചേർന്നാണ് ഒരാളെ മികച്ചവനാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, തോൽവിയല്ല നിങ്ങൾക്ക് കിട്ടിയത്. ആ രീതിയിൽ എടുക്കുക. ഓക്കെ, ഇനി ഇതിപ്പോൾ ഒന്ന് കാൽവഴുതി വീണു, 1 2 വീണു, 3 വീണു, അങ്ങനെ കരുതിക്കോ. കുറച്ച് കാലമായിട്ട് അവസാന അവസരങ്ങളിലേക്ക് പോവുകയാണ്, കുറച്ച് കാലമായിട്ട് തോറ്റുപോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇനി നിങ്ങൾക്ക് വിജയിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ,
അത് മറ്റൊരാൾക്കും കിട്ടാത്ത ഫീലിങ്സ് ആയിരിക്കും. ആദ്യ തവണ ജയിച്ചവനോ അല്ലേ ഒരു ഒന്നോ രണ്ടോ ചെറിയ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് ജയിച്ചവനോ കിട്ടാത്തൊരു മാധുര്യം അതിലുണ്ടാവും. നമ്മുടെ തോൽവി, നമ്മുടെ അല്ലേ ഈ തകർച്ച എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിജയത്തിൻ്റെ മാധുര്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. എത്രയധികം നിങ്ങൾ കഷ്ടപ്പെടുന്നുവോ അത്രയധികം വിജയത്തിൻ്റെ മാധുര്യം കൂടുതലായിരിക്കും. നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ എൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ വിചാരം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നവനാ അല്ലേ? നമ്മൾ പറയാറില്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാന്നൊക്കെ പറയില്ലേ? അതേപോലെയാണ്. ആരുമില്ലായിരുന്നു അങ്ങനെയുള്ള പറഞ്ഞു തരാനോ സാമ്പത്തികമായിട്ട് സഹായിക്കാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയിൽ നിന്നെയാണ് ഞാൻ പറയാറില്ലേ നെഗറ്റീവ് എന്നാണ് 0-ലേക്ക് എത്തി 1, 2, 3 പറഞ്ഞ് ഇങ്ങനെ കയറി വന്ന. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓരോ ചെറിയ വിജയങ്ങളും വലിയ അഭിമാനത്തോടെ വിളിച്ച് പറയാറുണ്ട്. അതിലെനിക്ക് അത്രയും മാധുര്യം അനുഭവപ്പെടുന്നതുകൊണ്ടാണ്, കാരണം അത്രയും കഷ്ടപ്പെട്ട് നേടിയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി വിജയം വരുമ്പോൾ അതിന് മാധുര്യം മറ്റുള്ളവരെക്കാളും കൂടുതലായിരിക്കും. നമുക്കത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ നാട്ടുകാരോട് വിളിച്ചു പറയാൻ പറ്റും. നിങ്ങളതിലെ കൂട്ടു നിന്നവർക്ക് അഭിമാനമാവും, സന്തോഷമാവും. അതിന് കൂട്ടു നിൽക്കാതെ നിങ്ങളെ തളർത്താൻ നോക്കിയവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിട്ട് അത് മാറും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇട്ടേച്ച് പോകരുത്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ഇനി ഏറ്റവും പ്രധാന കാര്യം, നിങ്ങൾക്കുള്ള ഗുണം LDC കിട്ടിയില്ല, പക്ഷേ ആ സിലബസ് അനുസരിച്ചുള്ള പരീക്ഷകളാണ് ഇനി നടക്കാനും പോകുന്നത്. 10th ലെവൽ മെയിൻസ് ഒരു പക്ഷേ നിങ്ങൾ എഴുതാനുണ്ടാവും, പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ആ സെയിം സിലബസാണ് നടക്കാൻ പോകുന്നത്. ഇനി സെയിൽസ്മാൻ വരും, ബെവ്കോ വരും, VFA വരും. ഇതൊക്കെ ഇതേ ലെവൽ പരീക്ഷകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ലെവലിൽ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പം മറ്റൊരു പ്രധാന കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കൊണ്ടോ അല്ലേ അതുകൊണ്ട് മാത്രം കിട്ടാതെ പോയ ആളുകളായിരിക്കും. ഓക്കെ, ദെൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇനി മുന്നോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അല്ലേ, തോൽവിയിൽ മനമെടുക്കാതെ വിജയത്തിൻ്റെ മാധുര്യം കൂടുമെന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇന്ന് നിങ്ങളെ പരിഹസിച്ച ആളുകൾ, ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ഇന്ന് നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു പരിഗണന നൽകാതെ മാറി നിന്ന ആളുകൾ, ഇവരൊക്കെ നമ്മളെ ചുറ്റിലും വരും. കണ്ടില്ലേ നിങ്ങളിപ്പോൾ? ഞാനിപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി വരികയാണ്. നമ്മുടെ ജസീലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഷിനോയുടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, SIയുടെ നമ്മുടെ പോലീസ് അക്കാദമിയിൽ പോയിട്ട് അവരെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. അവരുടെ കുടുംബങ്ങളുടെ സന്തോഷം അല്ലേ, അവർ അഭിമാനത്തോടെ പറയുന്നതാണ്, സാറേ എനിക്കിങ്ങനെ കഷ്ടകാല സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് പോലും കൂടെ നിൽക്കാത്ത പല ആളുകളുണ്ട്, അവരൊക്കെ ഇപ്പം വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷം, അഭിമാനം, നിന്നെ ഓർത്ത് അഭിമാനം എന്നൊക്കെയാണ് സാറേ പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് വിജയത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വിജയത്തിന് പലരെയും നിങ്ങളെ കൂടെ നിർത്താൻ പറ്റും അല്ലേ, നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നിങ്ങളെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു വിജയത്തിൻ്റെ പ്രത്യേകത. വിജയിച്ചില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾക്കൊന്നും ഒരു വിലയും എവിടെയില്ല. നിങ്ങൾ എത്രയോ കഷ്ടപ്പെടുന്നുണ്ടാവും, അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടാവും, പല ഇഷ്ടപ്പെട്ട കാര്യങ്ങളും മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ നേടിയിട്ടില്ല എങ്കിൽ ഇതിനൊന്നും എവിടെയും ഒരു പ്രസക്തിയില്ല. നേടിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വിളിച്ചു പറയാൻ പല ആളുകളും വരും. ഇന്ന് നിങ്ങളെ പരിഹസിച്ചവർ അല്ലേ, അവർ നാളെ എന്താ പറയാന്നറിയോ? മറ്റൊരാളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയും, അവരോട് പറയുന്നത് നിങ്ങളെ കാണിച്ചിട്ട് പറയും, അത് അവനെ നോക്കുക, അവൻ നേടിയില്ലേ, നിന്നെ കൊണ്ടായോടോ എന്ന്. കാരണം അവർ പരിഹാസം തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ പരിഹസിച്ചു, ഇനി അടുത്ത തലമുറയെ പരിഹസിക്കും. അപ്പോൾ അവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരെയാ? നിങ്ങളെയാണ്. നിങ്ങൾ നേടിയത് കാണിച്ചു കൊടുത്തോണ്ടാണ് പറയുന്നത്. പണ്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളെ പരിഹസിക്കുക ചെയ്തത്. ഇപ്പം നിങ്ങളെ എന്ത് ചെയ്യാണ്? ചൂണ്ടിക്കാണിക്കുകയാണ്. കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നാട് നിങ്ങളെ ഇതിങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങും. നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളുടെ സ്തുതിപാഠകരായിട്ട് മാറും. അതിനെന്ത് വേണം? വിജയം കൊണ്ടുവരണം. അതിനെന്ത് വേണം? പ്രവർത്തിക്കാനുള്ള മനസ്സ് വേണം. ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനി അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ബൈ.